പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ കാട്ടാനകൾ കൊമ്പുകോർക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. 10-ലധികം ആനകൾ ഒരുമിച്ച് പ്രദേശത്തേക്ക് നിരന്തരം എത്താറുണ്ട്. കോന്നി സ്വദേശിയായ ശരൺ ചന്ദ് എന്ന യുവാവാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ കാണാം. ശ്രീരാജ് ബാബു ഉണ്ട് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീരാജ്, ഇത്തരം ദൃശ്യങ്ങളൊക്കെ കാണാൻ കൗതുകമുള്ളതാണെങ്കിലും ആ പ്രദേശവാസികളുടെ അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക അത് വലിയ തരത്തിലാണ്. ഭീതി ഉണ്ടാകും സ്വാഭാവികമായും. നിരന്തരം കാട്ടാനകൾ കൂട്ടത്തോടെ എത്തുന്ന ഒരു പ്രദേശമാണെന്നാണല്ലോ മനസ്സിലാക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അരുണേ, അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ ഭീതി നേരിട്ട് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഇതൊരു കൗതുകം മാത്രമാണ്. പക്ഷേ പ്രദേശവാസികൾക്ക്, കുമ്പളത്താമണ്ണിലുള്ള ആളുകൾക്ക് ഇത് അങ്ങനെയല്ല. അവർക്ക് എല്ലാ രാത്രികളിലും ഭീതിപ്പെടുത്തുന്ന കാഴ്ചയും അവരുടെ ജീവിതത്തെ തന്നെ വലിയ തരത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നവുമാണ് ഈ വന്യജീവി സംഘർഷം. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ കുമ്പളത്താമൺ, വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ഇത്തരത്തിൽ രണ്ട് കൊമ്പനാനകൾ കൊമ്പ് കോർക്കുന്ന ദൃശ്യങ്ങൾ യാത്രക്കാർ തന്നെ പകർത്തിയത്. കോന്നി സ്വദേശിയായ ശരൺ ചന്ദ് എന്ന യുവാവാണ് ഇത്തരത്തിൽ ആ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തിയത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടക്കം അവിടെ സ്ഥലത്തെത്തുകയും പിന്നീട് മറ്റുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പാലിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തരത്തിൽ പ്രദേശവാസികൾ സ്ഥിരമായി ഉന്നയിക്കുന്ന ഈ വിഷയത്തിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ ആനകൾ പ്രദേശത്തേക്ക്, ജനവാസ മേഖലയിലേക്ക് അടക്കം എത്തി കൃഷിയടക്കം നശിപ്പിക്കുന്ന സംഭവങ്ങൾ നിത്യ സംഭവമായി മാറിയിട്ടുണ്ട് ഈ കുമ്പളത്താമൺ പ്രദേശത്ത്. ഇക്കാര്യത്തിൽ ഈ ഒരു ഭീഷണിക്കൊരു ശാശ്വത പരിഹാരം ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഫെൻസിംഗ് അടക്കം സ്ഥാപിച്ചുകൊണ്ട് ഈ വന്യമൃഗശല്യത്തിനൊരു പരിഹാരം കാണാനുള്ള നടപടിക്രമങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട് എന്ന് വനംവകുപ്പ് പറയുമ്പോൾ പോലും അത് ആളുകളെ നേരിട്ട് ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വന്യജീവി സംഘർഷം മാറിയിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ മറ്റുള്ളവർക്ക്, ഇതിൻ്റെ നേരിട്ടുള്ള പ്രശ്നം അനുഭവിക്കാത്തവർക്ക് ഒരു കൗതുകം എന്ന നിലയ്ക്കും, എന്നാൽ ഇതിൻ്റെ പ്രശ്നം നേരിട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ഭീതിപ്പെടുത്തുന്ന കാഴ്ചയുമായിട്ട് ഇത് മാറുന്നത്. അരുണ്യ. ശരി, ശ്രീരാജാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.